ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സംഘർഷ മേഖലയായി മാറുന്നു. ഇന്നും നാളെയും വിപുലമായ സൈനിക അഭ്യാസമാകും ഇവിടെ നടക്കുകയെന്നറിയിച്ചിരിക്കുകയാണ് ഇറാൻ നാവികസേന. ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകളും മറ്റും അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇറാൻ നിർദ്ദേശിച്ചു. അതേസമയം മേഖലയിൽ നങ്കൂരമിട്ട തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് US സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഭ്യാസം പ്രൊഫഷണൽ സ്വഭാവത്തിൽ വേണമെന്നും അമേരിക്ക ഓർമ്മിപ്പിച്ചു. ഇരുപക്ഷവും യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയിലും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. അമേരിക്കയുമായി ചർച്ചാഘടനയ്ക്ക് രൂപം നൽകി വരികയാണെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി എക്സിൽ കുറിച്ചു. എന്നാൽ മറ്റു വിശദാംശങ്ങളൊന്നും അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. ഇറാനുമായി ആശയവിനിമയം തുടരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാനെതിരെ സ്വീകരിക്കുന്ന നടപടിയെക്കുറിച്ച് ഗൾഫിലെ സഖ്യരാജ്യങ്ങളെ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ യുദ്ധം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇറാനും ഇസ്രയേലും. ടെഹ്റാനിൽ 82 മെട്രോ സ്റ്റേഷനുകൾ താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റുമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് സംഘടന അറിയിച്ചു. ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാം സജ്ജമായിരിക്കണമെന്ന് ഇസ്രയേലും നിർദ്ദേശം നൽകി. ഇറാനുമേൽ ആക്രമണ ഭീതി ഉരുണ്ടുകൂടിയതിനിടെ $667 കോടി ആയുധങ്ങൾ കൂടി അമേരിക്ക ഇസ്രയേലിന് നൽകി. US കോൺഗ്രസ് അംഗീകരിച്ച ഇടപാട് സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 30 അപ്പാച്ചെ ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രയേലിന് നൽകുക. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന തങ്ങളുടെ പ്രധാന ആണവ നിലയങ്ങളിൽ വമ്പൻ നീക്കങ്ങളും ഇറാൻ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ പുതിയ മേൽക്കൂരകൾ സ്ഥാപിച്ച് സാറ്റലൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മറയ്ക്കുകയാണ് ഇറാൻ ഭരണകൂടമെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വിലയിരുത്തി പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇസ്ഫഹാൻ, നദാൻസ് എന്നീ ആണവ നിലയങ്ങളിലാണ് ഈ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്ലാനറ്റ് ലാബ്സ് PBC പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ജൂണിൽ ഇസ്രയേലുമായുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലാണ് പുതിയ മേൽക്കൂരകൾ ഉയർന്നിരിക്കുന്നത്. ഇതോടെ ആകാശത്ത് നിന്നുള്ള നിരീക്ഷണം അസാധ്യമായിരിക്കുകയാണ്. UN ആണവ ഏജൻസിയായ IAEA ഇൻസ്പെക്ടർമാർക്ക് നിലവിൽ ഈ സൈറ്റുകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ ആണവ നിലയങ്ങൾക്കുള്ളിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മറ്റ് മാർഗങ്ങളില്ല. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുറേനിയം സ്റ്റോക്കുകളും മറ്റ് പ്രധാന സാമഗ്രികളും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ കണ്ണിൽപ്പെടാതെ മാറ്റാനോ പരിശോധിക്കാനോ ഉള്ള ശ്രമമാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പകരം അവശിഷ്ടങ്ങൾക്കുള്ളിലെ തന്ത്രപ്രധാനമായ വസ്തുക്കൾ വീണ്ടെടുക്കാനാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. നദാൻസ് ആണവ നിലയം നേരത്തെയും ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. 2007-2010 കാലഘട്ടത്തിൽ നടന്ന സ്റ്റക്സ്നെറ്റ് സൈബർ ആക്രമണമാണ് ഇതിൽ പ്രധാനം. US ഇസ്രയേലി ഇന്റലിജൻസ് ഏജൻസികൾ വികസിപ്പിച്ച ഈ ഡിജിറ്റൽ വൈറസ് ആണവ നിലയത്തിലെ സോഫ്റ്റ്വെയറുകളെ ബാധിക്കുകയും സെൻട്രിഫ്യൂജുകൾ സ്വയം നശിക്കാൻ കാരണമാവുകയും ചെയ്തിരുന്നു. ഹാർഡ്വെയറുകളെ നേരിട്ട് തകർക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ആദ്യത്തെ സൈബർ വൈറസ് ആയിരുന്നു ഇത്. ഇറാനിലെ പ്രക്ഷോഭകാരികളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി മുന്നറിയിപ്പുമായി രംഗത്തുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിന്റെ ഭാഗമായി USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മധ്യേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എങ്കിലും ആണവായുധ നിർമ്മാണത്തിലേക്ക് അവർ നീങ്ങുകയാണെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭയക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കൻ ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇറാന്റെ ആണവ വൈദഗ്ധ്യം ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് സൈനിക മേധാവി പറഞ്ഞു. ഗൾഫിൽ US സൈനിക വിന്യാസം വിപുലമാക്കിയ സാഹചര്യത്തിൽ ഇറാന്റെ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിനെതിരെ USനും ഇസ്രയേലിനും മുന്നറിയിപ്പ് നൽകി. US സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ കരാറിന് ശ്രമിച്ചേക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മേധാവി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.